ഹോർമൂസിലൂടെ കടന്നുപോയ UAE കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം. എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നതായി അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയും ബ്രിട്ടീഷ് മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസും സ്ഥിരീകരിച്ചു. ഹോർമുസ് പൂർണ്ണമായി അടച്ചതായി ഇറാനും അറിയിക്കുന്നുണ്ട്. US-ന്റെയും ഇസ്രായേലിന്റെയും കപ്പലുകൾ ഹോർമുസിലൂടെ സഞ്ചരിക്കുന്നത് തടയാനും ഇറാൻ നീക്കം നടത്തുന്നതായി സൂചനകൾ പുറത്തുവരുന്നു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, ഹോർമൂസിന്റെ നിയന്ത്രണം പൂർണ്ണമായും അമേരിക്കയുടെ കൈകളിലാണെന്ന് ട്രംപ് ഇങ്ങനെ ആവർത്തിക്കുന്നതിനിടയിലാണ് വീണ്ടും അവിടെ ആക്രമണം നടന്നിരിക്കുന്നത്. എന്താണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം? നീലിമ, തീർച്ചയായും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് 2 കപ്പലുകൾക്ക് നേരെ, UAE-യുടെ 2 ടാങ്കർ കപ്പലുകൾക്ക് നേരെ, ഒന്ന് LPG ടാങ്കറാണ് എന്ന ഒരു വിശദീകരണവും വരുന്നുണ്ട്. അത്തരത്തിൽ 2 ടാങ്കറുകൾക്ക് നേരെ ആക്രമണം നടന്നു എന്ന സ്ഥിരീകരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയും അതുപോലെ തന്നെ ബ്രിട്ടൻ്റെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസും കൃത്യമായി തന്നെ ഈ ആക്രമണം നടന്നതായി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ആക്രമണം ഇത്തരത്തിൽ ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെ തുടരുന്നൊരു സാഹചര്യം, അത് UAE-യുടെ കപ്പലുകൾക്ക് നേരെയൊക്കെ തുടരുന്നൊരു സാഹചര്യം വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഹോർമൂസ് പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിൽ എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ വരുമ്പോഴും ഇറാനും ഒമാനും ചേർന്ന് മറ്റൊരു കപ്പൽപാത തുറക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുകയും മറ്റു നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. മാത്രമല്ല, ഹോർമൂസ് പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. അതായത് ഹോർമൂസിൻ്റെ ഏറ്റവും വീതി കുറഞ്ഞ പ്രദേശങ്ങളിൽ ശക്തമായ സൈനിക വിന്യാസം നടത്തി തങ്ങൾ ഹോർമൂസ് അടച്ചിരിക്കുകയാണ് എന്ന സ്ഥിരീകരണവും ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും നിർണായകമായ ഇടപെടൽ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഒരു കപ്പലുകളും ഹോർമൂസിലൂടെ കടത്തിവിടേണ്ടതില്ല എന്നൊരു തീരുമാനം കൂടി എടുക്കുന്നു എന്നാണ് അത്തരത്തിലുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല. പക്ഷേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇറാൻ പോർട്ടുകൾക്കുണ്ടായിരുന്ന ഉപരോധം കൃത്യമായി തുടരുന്നതിന് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കർശന നടപടികൾ ഉണ്ടാകുന്നിടത്തോളം കാലം എത്ര കണ്ട് ഇറാൻ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പ്രായോഗികമായി നടപ്പാക്കാൻ സാധിക്കുമെന്നത് കാത്തിരുന്നു തന്നെ കാണേണ്ടതുണ്ട്. എണ്ണക്കപ്പലുകൾക്ക് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഐസൺ ജോസാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.